ഹലോ ഓൾ, വെൽക്കം ടു ഫായൂസ് പോയിൻ്റ് വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. 560 ഡേയ്സ് സെലിബ്രേഷന് നമ്മളുണ്ടാക്കിയ റെസിപ്പിയിൽ ഏതെങ്കിലും ഒരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മറുവ നമ്മളോട് കമൻറ്റ് ചെയ്തിരുന്നു ബീഫ് സുർബിയാൻ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ആ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് സുർബിയാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2-3 ടീസ്പൂൺ തൈരാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ നമുക്ക് ഇതിനെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ആ ടൈമിൽ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചതിന് ശേഷം 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് അതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് കുക്ക് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുസമ്പിയുടെ തോല് ചെറുതായി അരിഞ്ഞതും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറ്റുമരുന്നുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 3 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു പീസ് പട്ട, പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് കഫ്സ ഗോൾഡിൻ്റെ റൈസാണ്. 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചതാണ്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. അതിനൊരു പാന് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായി വഴന്ന് വരുന്ന ടൈമിക്ക് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഒരു തിക്ക് പേസ്റ്റ് ആവുന്ന പോലെ. അപ്പം നമ്മൾ സവാള ഒരു മീഡിയം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബീഫാണ്. അത് അതിൻ്റെ സ്റ്റോക്ക് കൊടുക്കനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുസമ്പിയുടെ തോല് നീളത്തിലരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇതിന് തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ആ സവാളയുടെ ആ പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ലിഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇത് കുക്ക് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ സെറ്റിംഗ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ആ പാനിൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൈസിൻ്റെ മേലെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടെ ഇതിൻ്റെ മീതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനും ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ഓനിയൻസ് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ സിമ്മിൽ വെക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സുർബിയാൻ റെസിപ്പി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. Me Shinobia Fawa signing off.
and thank you for watching the video.